വെൽക്കം. നമസ്കാരം സുജയ മാഡം. അപ്പൊ നമ്മുടെ ചേലക്കരയിലെ സ്ഥാനാർത്ഥി എത്തി. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കി. നമസ്കാരം. ഞങ്ങളുടെ പ്രചാരണം എന്താ? മേഴ്സി കോളേജ് എത്തി. കോളേജ് കുമാരിമാരെ പോലെ മേഴ്സി കോളേജിനുള്ളിൽ നമ്മളിപ്പോ പാട്ടോ ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാണ് സാനിയോ ഡോറ് തുറന്നത്. പാട്ട് പാടുന്നുണ്ടോ? പാർവതിയുടെ വളരെ മനോഹരമായ ഒരു പാട്ടോടുകൂടി ഈ പരിപാടി പാട്ടവും ന്യൂസ് ചാനലിന്റെ രീതികൾ തന്നെ മാറ്റി പറിച്ചുകൊണ്ടിരിക്കുവാണല്ലോ. എങ്ങനെയുണ്ട് നമ്മുടെ ബസ്? അടിപൊളിയായിട്ടുണ്ട്. വളരെ ഇതിലൊരു ടൂറൊക്കെ പോകാൻ പറ്റുന്ന ബസ്സാണ്. ഇത് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? KSRTC തിരിച്ചു കൊടുക്കണം അല്ലേ? അതാ കുഴപ്പമില്ല. കഴിഞ്ഞാൽ എന്തിനാ ഉപയോഗിക്കുന്നത്? അല്ല, നിങ്ങളെ മറ്റേ ഈ നവകേരള ബസ് പോലെ ഇത് മ്യൂസിയത്തിൽ വെച്ച് കാശ് മേടിക്കാൻ വല്ല ഉദ്ദേശമുണ്ടോന്നാണ് ചോദിച്ചത്. അതാ കുഴപ്പമില്ല. ഏറ്റവും വലിയൊരു റോഡ് ഷോ ആയിട്ട് ഇപ്പൊ റിപ്പോർട്ടർ ഇതിലെ പാലക്കാടിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പൊ മേഴ്സി കോളേജിന്റെ മുന്നിൽ നിന്ന് കാണാൻ സാധിച്ചത്. അപ്പൊ എല്ലാവരും ചോദിക്കുകയാണ്, ഏറ്റവും വലിയ റോഡ് ഷോ ഇതിൽ പോകുന്നുണ്ടല്ലോ റിപ്പോർട്ടറിന്റെ എന്ന് ചോദിക്കുക. അപ്പൊ വഴിയിൽ നിന്നപ്പോഴേ അതിന്റെ ഒരു വലിയ സന്തോഷം. എന്തായാലും സമയം ഏകദേശം 4 മണി ആകാറായി. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും വരുമ്പോഴേക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു വൈബ് കൂടുമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. എന്നിട്ട് ചേലക്കരയിൽ നിന്ന് ഇവിടെ മുന്നണിയുടെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായിട്ട് ഏറ്റവും താഴെ തട്ട് വരെയുള്ള സഹപ്രവർത്തകരുടെ ഒരു കഠിനാധ്വാനം കൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വോട്ട് രേഖപ്പെടുത്തുക പോളിംഗ് ഡേ കൂടി പൂർത്തിയായതിനു ശേഷം പാർട്ടി നമ്മളോട് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ സജീവമാകാനാണ് പറയുന്നത്. അപ്പോൾ ഇന്നലെയൊക്കെ നിങ്ങളിപ്പോൾ സഞ്ചരിച്ച മാത്തൂര് പഞ്ചായത്ത്, അതേപോലെ തന്നെ കണ്ണാടി പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ തിങ്ങി നിറഞ്ഞ് താമസിക്കുന്ന ഇടങ്ങളിലെ സ്ക്വാഡ് വർക്കൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും റിപ്പോർട്ടർ വരുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ നിങ്ങളെ വഴിയിൽ കാത്തുനിന്ന് സ്വീകരിക്കാൻ യാത്ര ചെയ്ത് നമ്മളിപ്പോൾ കള്ളിക്കാട് എത്തി. നിങ്ങള് സ്ഥലമൊക്കെ പഠിച്ചോ പാലക്കാട്ടെ? പിന്നെ തീർച്ചയായിട്ടും പാലക്കാട് ഇനി രാഹുലിനൊരു പിൻഗാമി വേണ്ടി വന്നാൽ വേണമല്ലോ നമുക്ക് അടുത്ത യൂത്ത് കോൺഗ്രസിൽ നിന്നാണല്ലോ. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഇതെങ്ങനെ വീതം വെപ്പാണോ? ഇതെല്ലാം വീതം വെപ്പല്ലേ. വീതം വെച്ചത് 150 പേര് ഇരുന്ന വേദിയിൽ വീതം വെച്ചിട്ട് ഒത്തില്ല. അതുകൊണ്ടാണ് ആശയപരമായൊക്കെ വ്യത്യാസം വന്ന ഒരാൾ പുറത്തു വന്നത്. ഓർമ്മയുണ്ടല്ലോ? ചെറുതായിട്ട് വെടിവെച്ച് വന്ന അത് നിങ്ങൾ ഉണ്ടാക്കിയതാണ്. ഇന്നലെ ആ ആങ്കർ തന്നെ അവിടെ പറഞ്ഞു. അത് സ്വരാജ് പറഞ്ഞതൊക്കെ ഏറ്റെടുത്ത് പറയുന്നത് ശരിയാണോ സാറേ? അല്ല, സ്വാഭാവികമായിട്ടും സ്വരാജ് പറഞ്ഞതിനെ പറ്റി ഒരു കമന്റ് ചെയ്തു. ആ കമന്റ് ചെയ്തപ്പോൾ അന്ന് ആ പാനലിൽ ഉണ്ടായിരുന്ന അയ്യപ്പദാസും ജോസഫ് വാഴയ്ക്കനും അതുപോലെ അവർ രണ്ടുപേരും ഇന്നലെ അത് വളരെ വ്യക്തമാക്കി പറഞ്ഞു. അത് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നുവെന്ന് അവരെല്ലാവരും വ്യക്തമാക്കി. അപ്പൊ അതവിടെ കഴിഞ്ഞില്ലേ? അപ്പൊ ഇതിനു മുന്നേ സന്ദീപ് വാര്യർ പറഞ്ഞതെല്ലാം അങ്ങ് റദ്ദ് ചെയ്യപ്പെടുകയാണോ? എല്ലാം മായ്ച്ചു കളഞ്ഞു. അതായത് നമ്മുടെ ഏത് വ്യവസ്ഥകളും റിഫോർമേറ്റീവാണ്. ഇപ്പോൾ നിങ്ങളുടെ മാധ്യമങ്ങളിൽ തന്നെ റിഫോർമേറ്റീവ് ആണല്ലോ. ഇപ്പോൾ കൈരളി TV-യിൽ ഇന്നലെ വരെ ചർച്ച നടത്തിക്കൊണ്ടിരുന്ന ആൾ ജനൻ TV-യിൽ പോയി. അപ്പോൾ എന്ന് വെച്ചാൽ വലിയ വ്യത്യാസമൊന്നുമില്ല. കാരണം പീപ്പിളും ജനവും മലയാളം ഇംഗ്ലീഷും എന്നുള്ള വ്യത്യാസമുള്ളൂ. അവരുടെ സ്വഭാവത്തിനും വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ കൈരളി TV-യിൽ നിന്ന് ജനൻ TV-യിൽ പോയി. കൈരളി TV-യുടെ ചർച്ച പലസ്തീന് വേണ്ടിയായിരുന്നു, പക്ഷെ ജനൻ TV-യിലെ ചർച്ച ഇസ്രായേലിന് വേണ്ടിയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇന്നലെ മുഴുവൻ റദ്ദ് ചെയ്യപ്പെട്ടോന്ന് ഞാൻ മാധ്യമപ്രവർത്തകരോട് ചോദിക്കാൻ പറ്റും. അല്ല, അത് പക്ഷേ ശമ്പളം കൊടുക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ ശമ്പളം കൊടുത്ത് സന്ദീപിനെ വാങ്ങിയതാണോ? അപ്പം നിങ്ങൾ ശമ്പളം തന്നാൽ എന്തും ചെയ്യുമെന്നാണ്? ശമ്പളം തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പഠിച്ച ജോലി ചെയ്യും. അപ്പോൾ ഈ രാഷ്ട്രീയത്തിലെ ഈ ഒരു ശമ്പളം കൊടുത്തോ? നിങ്ങൾ എന്തോ ഡീല് നടന്നു കോയമ്പത്തൂരിൽ നിന്ന് കേട്ടു. രാഷ്ട്രീയത്തിൽ അങ്ങനെ അല്ല എന്നാണ് ഞാൻ പറയാൻ വന്നത്. അതിനു മുമ്പ് എവിടെയൊക്കെ ആയിരുന്നു. അതായത് അങ്ങനെ പറഞ്ഞ എസ്കേപ്പായി രാഷ്ട്രീയത്തിൽ വളരെ കൃത്യമായി ഇന്നലകളിൽ വരെ അവര് എടുത്ത ഒരു ആശയം തെറ്റാണ് എന്ന് സ്വാഭാവികമായ അനുഭവത്തിലൂടെ വ്യക്തമാകുന്നു. അപ്പോൾ ആശയം ശരിയായ ഒരു മാർഗദിശയിലേക്ക് അവർക്ക് നടക്കണമെന്ന് തോന്നുന്നു. ഇതേവരെ വെറുപ്പിന്റെ രാഷ്ട്രീയത്തിലായിരുന്നു ഉണ്ടായിരുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ സ്നേഹത്തിന്റെ രാഷ്ട്രീയം കാണുമ്പോൾ അവർക്ക് അതിലേക്ക് വരാൻ തോന്നുന്നു. സ്വാഭാവികമായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സ്വാഭാവികമായിട്ട് ഞങ്ങൾ വേണ്ട പരിഗണനകൾ കൊടുക്കുന്നു. ഇനിയും ആളുകൾ വീണ്ടും ആളുകൾ മാധ്യമ പ്രവർത്തനത്തിൽ നിന്നും അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ കടന്നു വരാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥം. മാധ്യമപ്രവർത്തകരിൽ അധികവും കോൺഗ്രസിലാണെന്നാണ് കേൾക്കുന്നത്. അങ്ങനെയൊന്നുമില്ലല്ലോ. ഇപ്പൊ സുജിയ പാർവതിനെ കുറിച്ച് അങ്ങനെ ഒരു അപവാദം ഉള്ളതായി എനിക്കറിയില്ല. അല്ല, തീർച്ചയായിട്ടും ഓറഞ്ചും പഴവും ഒക്കെ ഇത് 23-ാം തീയതിക്കുള്ള ഒരു അഡ്വാൻസ് മധുരമായി ഞാൻ കാണുന്നു. അത് ഓറഞ്ചും മധുരം ഒക്കെ കൊടുത്ത് 23 വലിയ ആഘോഷമാണ്. ഞാനൊരു ഡാൻസ് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു 23-ന്. വയനാട്ടിൽ നമ്മളൊരു ട്രെയിലർ അടിച്ചായിരുന്നു. പിക്ചർ അഭി ബാക്കി ഹേ ബൈ എന്ന് സന്ദീപ് വാര്യർ പറഞ്ഞ പോലെയാണത്. അബിൻ, ഇനി സീരിയസ് ആയി കുറച്ച് സംസാരിക്കുന്നു. അതായത് നിങ്ങൾക്ക് SDPI ബന്ധം, SDPI നിങ്ങൾക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നു, പള്ളികളിൽ നോട്ടീസ് ഇറക്കുന്നു. പള്ളികളിൽ നോട്ടീസ് ഇറക്കുന്നത് നിങ്ങൾ തന്നെ പൈസ കൊടുത്തിട്ട് SDPI കൊണ്ട് നോട്ടീസ് ഇറക്കിക്കുന്നു. ഇതാണ് CPM പറയുന്നത്. BJPക്കും സമാനമായ ആരോപണമുണ്ട്. SDPIയുടെ വോട്ട് വേണ്ട എന്ന് നിങ്ങൾ പറയുന്നില്ല.
PFIക്കാരാണ് നിങ്ങളുടെ ഓഫീസിന് ചുറ്റും എന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത്. നിങ്ങളുടെ പ്രവർത്തകർ എന്ന് പറഞ്ഞ് ഇപ്പോൾ അവിടെ ഇപ്പോൾ ഓഫീസിൻ്റെ പുറത്തേക്ക് പോയാൽ PFIക്കാരെ കാണാമെന്നാണ് പറയുന്നത്. അതെ, ഇപ്പോൾ ഞങ്ങളുടെ ഓഫീസിൻ്റെ മുമ്പിൽ നിന്നല്ലായിരുന്നോ PC വിഷ്ണുനാഥ് കയറിയത്? ഞങ്ങളുടെ ഓഫീസിന് മുമ്പിൽ നിന്നായിരുന്നല്ലോ PK നവാസ് കയറിയത്. അവരൊക്കെ PFIക്കാരാണ് എന്ന് പറയുന്നത് ശ്രീ കെ സുരേന്ദ്രൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. ഞങ്ങൾക്ക് ഒരു വർഗീയവാദിയുടെയും വോട്ട് വേണ്ട. അത് SDPI വർഗീയവാദിയാണെങ്കിലും RSSൻ്റെ വർഗീയവാദികളാണെങ്കിലും ഒരു വർഗീയവാദികളുടെ വോട്ട് വേണ്ട. ഇത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഞങ്ങളുടെ നിലപാട് AK ബാലൻ്റെ ക്രിസ്റ്റൽ ക്ലിയർ അല്ല, ഞങ്ങളുടെ ക്ലാരിറ്റി ഉള്ളതാണ്, ക്രിസ്റ്റൽ ക്ലിയർ ആണ്. പക്ഷേ അതിന്റെ ക്ലാരിറ്റി VD സതീശനോട് ചോദിക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ട്. ഒരു വർഗീയവാദികളുടെയും വോട്ട് വേണ്ട എന്ന് VD സതീശൻ ആവർത്തിച്ച് ഫ്രം ദ ഫസ്റ്റ് ഡേ ഓൺവേർഡ്സ് അദ്ദേഹം വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു വർഗീയവാദികൾ ആരാണെങ്കിലും തീവ്രവാദം ഉന്നയിക്കുന്ന, തീവ്രവാദം എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രീമിസ്റ്റ് വാദങ്ങളുള്ള ആരുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട. ഇല്ലാതെ തന്നെ പാലക്കാട് ജയിക്കാനുള്ള വോട്ട് ഞങ്ങൾക്കുണ്ട് എന്നത് വളരെ ക്ലിയർ ആണ്. എത്രയാണ് സ്റ്റോക്ക് വോട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്? ഞങ്ങൾ ഇവിടെ വളരെ കംഫർട്ടബിൾ ആയിട്ട് മെജോറിറ്റി എന്ന് പറഞ്ഞാൽ ഷാഫി പറമ്പിൽ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചതിൻ്റെ 3 ഇരട്ടി ഭൂരിപക്ഷം, 10K+, അതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ആ 10K+ എവിടെ നിന്നൊക്കെയാണ് അക്യുമുലേറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ 3 പഞ്ചായത്ത്, ഒരു മുനിസിപ്പാലിറ്റിയിൽ പിടിക്കുന്നതിന് ഒരു പരിധി ഉണ്ടാകുമല്ലോ. അപ്പോൾ മറ്റു 3 പഞ്ചായത്ത് ലക്ഷ്യമിടണം. അതിൽ ഓരോ പഞ്ചായത്തിലും എത്ര വീതം വോട്ട് ഉയർത്തും? ഞങ്ങൾക്ക് അങ്ങനെ ഒരു പരിധി നിശ്ചയിച്ചിട്ടില്ല. മുനിസിപ്പാലിറ്റിയിൽ ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് ഞങ്ങൾക്ക് ലഭിക്കും. ആ ലഭിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം പാലക്കാട് മുനിസിപ്പാലിറ്റിയിലുണ്ട്. അത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ സ്വാഭാവികമായി ഉണ്ടായ ഈ ഭരണവിരുദ്ധ വികാരമുണ്ട്. അതുപോലെ തന്നെ പാർട്ടികളുടെ ഇടയിലുള്ള അന്തചിത്രങ്ങളുണ്ട്. ഇതിൽ നിന്ന് ഞങ്ങൾക്ക് വോട്ട് ലഭിക്കും. സന്ദീപ് വാര്യർ BJP വോട്ട് കൊണ്ടുവരും. അല്ല, സന്ദീപ് വാര്യറിന്റെ ബന്ധുബലമുള്ള സ്ഥലമാണ് മുനിസിപ്പാലിറ്റിയിലെ BJPയുടെ ഏറ്റവും ഹാർഡ് കോർ മേഖലകളിൽ സന്ദീപ് വാര്യറിന് ബന്ധുബലമുണ്ട്. സ്വാഭാവികമായിട്ടും സന്ദീപ് വാര്യരെ പോലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയെ BJPയിൽ വലിയ രീതിയിലുള്ള തഴയലുണ്ടായി എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊക്കെ BJPയുടെ അണികളിൽ വ്യക്തമാണ്. പിന്നെ ഈ BJPയുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു വളരെ ഒരിക്കലും ഒരു എക്സ്ട്രീം പൊളിറ്റിക്സ് കേരളത്തിൽ ഓടുന്ന പൊളിറ്റിക്സ് അല്ല. കേരളത്തിൽ എത്രമാത്രം വർഗീയത പറഞ്ഞാൽ ആ വർഗീയത പറഞ്ഞവർ പുറന്തള്ളപ്പെടും എന്നുള്ളത് ചരിത്രമാണ്. അതുകൊണ്ട് BJP എത്രമാത്രം എക്സ്ട്രീമിസ്റ്റ് ആവാൻ ശ്രമിക്കുന്നോ ആ എക്സ്ട്രീമിസ്റ്റ് ചിന്താഗതിയിൽ നിന്ന് അവർക്ക് തിരിച്ചടി ലഭിച്ചുകൊണ്ടിരിക്കും. അതിലൊരു തിരിച്ചടിയാണ് സന്ദീപ് വാര്യർ. അങ്ങനെ ആയിരക്കണക്കിന് അണികൾ BJPയിലുണ്ടാവും. അവരൊക്കെ വോട്ട് ചെയ്യുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതുകൊണ്ട് മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾക്ക് ഒരു പരിധിയും ഞങ്ങൾ വെച്ചിട്ടില്ല. മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾക്ക് നല്ല വോട്ട് ലഭിക്കും. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വോട്ടുകൾ പഞ്ചായത്തുകളിൽ ലഭിക്കും. പാലക്കാട് കംഫർട്ടബിൾ ആയിട്ടുള്ള മെജോറിറ്റിയിൽ ഞങ്ങൾ ചെയ്യും. സരിൻ പോയത് ഒരു തരത്തിലും ബാധിക്കില്ല എന്നാണോ? സരിനും ഷാനിബും ഒക്കെ ഇറങ്ങിപ്പോകുമ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ ചിലത് കോൺഗ്രസിൽ ചില വ്യക്തികളിലേക്ക് അധികാരം കേന്ദ്രീകരിക്കുന്നതിനെ പറ്റിയാണ്, അല്ലെങ്കിൽ ചില കോക്കസുകളെ പറ്റിയാണ്. അപ്പോൾ അത് പാർട്ടിക്ക് ഒരു ക്ഷീണമല്ലേ അങ്ങനെയുള്ള കോക്കസുകൾ നിലനിൽക്കുന്നത്? കെ മുരളീധരൻ ഇപ്പോൾ ഞാൻ എന്ന ഭാവങ്ങളെ എന്ന് 3 ഞാനിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതിലൊരു ഞാൻ പറവൂരിലേക്കുള്ള ഒരു ഞാനാണെന്ന് CPIM പറയുന്നു. അതായത് നിങ്ങൾ ദൈവം സഹായിച്ച് കോൺഗ്രസിലൊരു കോക്കസ് ഉണ്ടെന്നെങ്കിലും പറഞ്ഞല്ലോ, എന്നിട്ട് സരിൻ പോയതെങ്ങോടാ? ഇത് ഏകശിലാദൈവമായ പിണറായി വിജയൻ്റെ പാർട്ടിയിലേട്ടാണ് സരിൻ പോയത്. അവിടെ ഏകശിലയാണ്, ഒരാളാണ് തീരുമാനിക്കുന്നത്. ഏകചക്രാധിപതിയായ പിണറായി വിജയൻ തീരുമാനിക്കുന്നത് പോലെയാണ് അവിടെ കമ്മിറ്റികളാണ്. ഇവിടെ ഏതായാലും ദൈവം സഹായിച്ചൊരു കോക്കസ് എങ്കിലും ഉണ്ടല്ലോ തീരുമാനിക്കാൻ. അത് തന്നെ വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് ജനാധിപത്യപരമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. മുരളിയേട്ടന്റെ പാട്ടും ജനാധിപത്യപരമായ ചർച്ചയുടെ ഭാഗമാണോ? എന്താണ് കുഴപ്പം? മുരളിയേട്ടൻ ഒരു പാട്ട് പാടുന്നതിനോട് ആരെങ്കിലും പരിമിതി വെച്ചിട്ടുണ്ടോ? ഞാൻ മറ്റൊരു കാര്യം പറയാം, അതിനെ ഞാൻ പോസിറ്റീവായി കാണാനാണ് ആഗ്രഹിക്കുന്നത്. ശ്രീ കെ മുരളീധരൻ എത്രമാത്രം വിമർശനം ഈ പാർട്ടിയെക്കുറിച്ച് ഉന്നയിച്ചിട്ടുണ്ട് എന്ന് കരുതി കെ മുരളീധരനോട് ആരെങ്കിലും ഇവിടെ മറുവാദം ഉയർത്താനോ അദ്ദേഹത്തെ മോശക്കാരനാക്കാനോ ആരും ശ്രമിച്ചിട്ടില്ലല്ലോ. അദ്ദേഹത്തിൻ്റെതായ സ്പേസ്, അത് വിമർശനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അഭിപ്രായങ്ങളുടെ കാര്യങ്ങളിലാണെങ്കിലും അദ്ദേഹം വരുന്ന ഒരു ക്യാമ്പയിനിൻ്റെ ഭാഗത്ത് കോൺഗ്രസിന് ഉണ്ടാകേണ്ട എഡ്ജ് ഉണ്ടാക്കേണ്ട കാര്യത്തിലാണെങ്കിലും ശ്രീ കെ മുരളീധരന് ഉണ്ടാകേണ്ട ഒരു സ്പേസ് അത് കോൺഗ്രസിലുണ്ട്. അത് ഞങ്ങൾ പൂർണ്ണമായി ജനാധിപത്യപരമായി നൽകിയിട്ടുള്ളതാണ്. അത് ഏതൊരു കോൺഗ്രസ് പ്രവർത്തകനുമുണ്ട്. അത് ശ്രീ കെ മുരളീധരൻ വിനിയോഗിക്കുന്നു. അതിന് ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. അതുപോലെ ഒരു കാര്യം ചോദിച്ചോട്ടെ, കുറച്ച് ഫ്യൂച്ചറിസ്റ്റിക് ആണ്. ഇൻ കേസ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുകയാണെങ്കിൽ, MLA ആവുകയാണെങ്കിൽ, ഉപാധ്യക്ഷൻ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാവുമോ? അല്ല, അങ്ങനെയൊന്നുമില്ല. ഇതിന്റെ സംഘടനാ രീതി എങ്ങനെയായിരിക്കും എന്നറിയാം. അങ്ങനെ കോൺഗ്രസ് രണ്ടും കൂടി പറ്റുമോ? MLAയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും കൂടി പറ്റുമോ? ഒന്നും കുഴപ്പമില്ല. ശ്രീ ഷാഫി പറമ്പിൽ MLA ആയിരുന്നു, യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു. അങ്ങനെ ഈ പാർട്ടിയിൽ അങ്ങനെ ഒരു MLA ആയതുകൊണ്ട് മാറണമെന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. PC വിഷ്ണുവേട്ടൻ സംസ്ഥാന 2 പദവി വഹിക്കുമോ? അപ്പോൾ നമുക്ക് ഉണ്ണിസാറിന് ഒരു ക്ഷീണം. അല്ലല്ല, ഞാനിങ്ങനെ കേട്ടോണ്ടിരിക്കുന്നു, നല്ല കാര്യം. ഞാനൊരു കാര്യം പറയട്ടെ, രമ്യയുടെ ചേലക്കരയിൽ അതിഗംഭീരമായി കോൺഗ്രസ് പ്രവർത്തിച്ചു എന്നുള്ള കാര്യത്തിനകത്ത് ആർക്കും സംശയമില്ല. നല്ല ഓർഗനൈസേഷൻ വർക്കാണ് അവിടെ നടന്നത്. പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൻ്റെ ഒരു കോട്ടയായിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ആദ്യം മുതൽ, എനിക്ക് തോന്നുന്നു 3-4 മാസം മുമ്പ് തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ അവിടെ വന്ന് ക്യാമ്പ് ചെയ്ത് വോട്ടർമാരെ ചേർത്ത് ബൂത്ത് തലത്തിൽ തന്നെ ആക്റ്റീവ് ആക്കിയിട്ടുണ്ട്. എന്നാൽ പാലക്കാടേക്ക് വരുമ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ ഈ പറയുന്ന പിൻഗാമി പ്രശ്നം വരുന്നു, കത്തു പ്രശ്നം വരുന്നു, ഇതൊക്കെ ഉണ്ടല്ലോ.
അപ്പം അബിൻ, നമുക്ക് ഈ ഭൂരിപക്ഷം കൂട്ടണമെങ്കിൽ ജനങ്ങളങ്ങ് വോട്ട് ചെയ്ത് കളയും എന്നതിനപ്പുറത്ത് ഒരു സംഘടനാ പ്രവർത്തനം ഉണ്ടാവണം. ആ സംഘടനാ പ്രവർത്തനം നടന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് പാലക്കാട്. ചേലക്കരയിലെ കാര്യം പറഞ്ഞു. ചേലക്കരയിൽ AICC തന്നെ നേരിട്ട് PV മോഹൻജി കേരളത്തിന്റെ ചുമതല ഉണ്ടായിരുന്നപ്പം ദീപ മേഡം തന്നെ ചേലക്കരയും വയനാടും പാലക്കാടും ഒരുമിച്ച് തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ മുന്നൊരുക്കം ആരംഭിച്ചത്. അപ്പം ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിന്റെ പരിധിയിൽപ്പെട്ട ചേലക്കര ആയതുകൊണ്ട് എനിക്കും ആ പ്രവർത്തനത്തിൽ തുടക്കം മുതലേ ഭാഗമാകാൻ കഴിഞ്ഞ ഒരാളാണ്. പിന്നെ അതിനുശേഷം ഇങ്ങോട്ട് KPCCയിൽ നിന്ന് 2 പേരെ ചുമതല കൊടുക്കുകയും താഴെ തട്ട് വരെയുള്ള ബൂത്ത് 177 ബൂത്ത് വരെയുള്ള യോഗങ്ങളിൽ AICCയും അതേപോലെ KPCCയും വളരെ കൃത്യമായിട്ട് ആ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ ചേലക്കരയിൽ നടത്തിയിട്ടുണ്ട്. അപ്പം പാലക്കാടും സമാനമായ രീതിയിൽ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും ഒക്കെ നേരിട്ട് പങ്കെടുത്ത യോഗങ്ങളും AICCയുടെ ജനറൽ സെക്രട്ടറി ദീപ മേഡം ഒക്കെ നേരിട്ട് പങ്കെടുത്ത യോഗങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. പിന്നെ ചേലക്കര ഒരു കോൺഗ്രസിൻ്റെ ഒരു മണ്ഡലമായിരുന്നു ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പ്. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു മണ്ഡലവും ചേലക്കരയിലെ ജനങ്ങളുടെ മനസ്സിൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിനോടുള്ള സ്നേഹവും ഒരു എന്താ പറയുക കോൺഗ്രസ് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനസ്സുമായിട്ട് നിൽക്കുന്ന ഒരു മണ്ഡലമാണ് ചേലക്കര. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു മുന്നൊരുക്കം തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോഴും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിലേക്ക് എത്തുമ്പോൾ ഈ മുന്നൊരുക്കങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായിട്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുവാൻ പാർട്ടിക്കും മുന്നണിക്കും കഴിഞ്ഞു എന്നുള്ളത് നേരിട്ട് ബോധ്യപ്പെട്ട ഒരാളാണ്. അതെ, ചേലക്കര. പാലക്കാടും എനിക്ക് തോന്നുന്നു, കാരണം 2 സ്ഥലങ്ങളിൽ ഇപ്പം KPCC പ്രസിഡന്റ് വരുമ്പം ചേലക്കരയിലെ യോഗം പങ്കെടുത്തതിന് ശേഷമായിരിക്കും ചിലപ്പോൾ പാലക്കാട്. ഈ സംഘടനാ തലത്തിൽ ജില്ലാതലത്തിൽ ഉണ്ടായ പ്രശ്നങ്ങളുണ്ടല്ലോ, ആ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ മറികടന്ന് കഴിഞ്ഞിട്ടുണ്ടാവും. ആ മറികടക്കാനെടുത്ത സമയം ഏതെങ്കിലും തരത്തിലുള്ള ഒരു എന്താ പറയുക ഒരു വീഴ്ചയായി കാണുന്നുണ്ടോ, അല്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ എഫക്റ്റ് ചെയ്യുമോ? ഇല്ല, അങ്ങനെയുള്ള തീർച്ചയായിട്ടും ഇല്ല. കാരണം ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം മാസങ്ങൾക്ക് മുമ്പേ തന്നെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ യോഗം കൂടുകയും ആ യോഗത്തിൽ ചാർജ് കൊടുക്കുകയും ചെയ്തിരുന്നു. 2 ഭാരവാഹികൾക്ക് വീതം വെച്ച് KPCCയുടെ ഭാരവാഹികൾക്ക് ഈ 2 നിയോജകമണ്ഡലങ്ങളിലും ചാർജ് കൊടുത്തു. നിങ്ങളത് പരിശോധിച്ചാൽ അറിയാവുന്ന ഏറ്റവും പ്രകടമായ ഉദാഹരണം ഈ 2 നിയോജക മണ്ഡലങ്ങളിലും ഏറ്റവും കൂടുതൽ വോട്ടുകൾ ചേർത്തത് കോൺഗ്രസ് പാർട്ടിയാണ്. അതെ അതെ. കാരണം 6000-ഓളം വോട്ടുകൾ പ്ലസ് ആണ് 2 നിയോജക മണ്ഡലങ്ങളിലും കോൺഗ്രസ് ചേർത്തത്. കോൺഗ്രസ് ചേർത്തതിനെ പറ്റിയാണ് CPM പരാതി പറയുന്നത്, BJP പരാതി അല്ല. കുറേയധികം വോട്ടുകൾ ചേർക്കപ്പെട്ടിട്ടുണ്ട്. അതിപ്പോൾ ശ്രീ P. സരിൻ്റെ വോട്ട് ഒറ്റപ്പാലത്ത് നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ടാകാം. BJPയുടെ പ്രസിഡന്റിന്റെ വോട്ട് കോഴിക്കോട്ട് നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ സരിനും അവരൊക്കെ പക്ഷേ പാലക്കാട്ട് വന്ന് താമസിക്കുകയാണ്. സരിനും ഭാര്യയും പാലക്കാട്ട് താമസിക്കുന്നു, മറ്റവരിപ്പോഴും മലമ്പുഴയിലാണ് താമസിക്കുന്നത്. സരിനും ഭാര്യയും പാലക്കാട് താമസിക്കുന്നു. പാലക്കാട്ടാണ് ഇന്നിപ്പോൾ ഞങ്ങൾ കണ്ടതേ ഉള്ളൂ. 6 മാസത്തിൽ കൂടുതൽ UAE-യിൽ നിന്നല്ലെങ്കിൽ UAE-ലെ വിസ നഷ്ടപ്പെടുന്ന ആളുകളാണ് സരിൻ്റെ വൈഫ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവരൊക്കെ എവിടെയാണ് താമസിക്കുന്നതെന്നും എന്തിനാണ് വന്നതെന്നും അതൊന്നും ഞാൻ തെറ്റും പറയുന്നില്ല. ഒരു സ്വാഭാവികമായിട്ടൊരു മണ്ഡലത്തിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ആ മണ്ഡലത്തിൽ വന്ന് വോട്ട് ചേർക്കുന്നതിൽ ഞാനൊരു തെറ്റും കാണുന്നില്ല. അതൊക്കെ സ്വാഭാവികമായിട്ടും. പക്ഷെ അങ്ങനെയാണെങ്കിൽ അബിൻ പറഞ്ഞതുപോലെ ഒരു വിശാല ഇതിലല്ല, നമ്മുടെ കുറച്ച് പേര് പുറത്ത് നിൽക്കുന്നുണ്ട്. അബിന്റെ ഫാൻസ് ആണെന്ന് തോന്നുന്നു. എനിക്ക് ഫാനൊന്നുമില്ല, എനിക്ക് ഫാൻസ് അത് വിജയ പാർവതിയുടെ ഫാൻസാണ്. നിങ്ങളെ കാണാൻ വേണ്ടി നിൽക്കുന്നതാണ്. അഭിനയ മിക്കവാറും എനിക്കിട്ട് ഇങ്ങനെ ഒരു പണി തരാറുണ്ട് കേട്ടോ രമ്യ. അല്ല, എനിക്കതിൽ വലിയ സന്തോഷമുണ്ട്. സുജയ മേഡത്തിനെയൊക്കെ കാണാൻ ആളുകൾ വരുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾ സ്ത്രീകളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് നിങ്ങൾ നൽകുന്ന നമുക്കൊന്ന് പുറത്തോട്ടൊന്ന് ഇറങ്ങിയാലോ. കുറച്ച് പേര് നിൽക്കുന്നുണ്ട്, ഒന്ന് പുറത്തോട്ട് നിൽക്കാം, നമുക്കൊരു പാട്ട് പാകാം. തിരുവൻ ചേട്ടാ ഒന്ന് തുറന്നേ. അബിന്റെ പാട്ട് ഇന്നലെ നമ്മൾ അഭ്യർത്ഥിച്ച് അബിൻ പാട്ട് പഠിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി ഒരിക്കലും ഈ പാട്ട് പാടാൻ അറിയുന്നവരുടെ മുമ്പിൽ പാട്ട് പാടാറില്ല. രമ്യ ഹരിദാസിരിക്കുമ്പോൾ ഞാൻ പാട്ട് പാടിയാൽ ശരിയാവില്ല. അബിൻ നന്നായിട്ട് പാട്ട് പാടുന്ന അബിൻ നന്നായിട്ട് പാടുന്ന ആളാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളൊന്ന് പാലക്കാടിന്റെ മണ്ണിലേക്ക് ഇറങ്ങുവാണ്. അതെ അതെ അതെ. കാരണം പാലക്കാടിന്റെ നല്ല മനോഹരമായിരിക്കുന്ന കൽപ്പാത്തി ഉത്സവം, രഥോത്സവം, തേര് വലിക്കലും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ഈ വാഹനം വരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് തന്നെ ഏറ്റവും സുന്ദരം. ഒരു തവണ നിങ്ങൾ വന്നല്ലോ കോട്ടയം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് കുറച്ചൊന്ന് നീങ്ങാം. വാ, ഇവിടുത്തെ അങ്ങോട്ടൊക്കെ നല്ല പച്ചപ്പ് ഹരിതാഭയൊക്കെ ഉണ്ട്. പച്ചപ്പ് ഹരിതാഭയൊക്കെ ഉള്ള സ്ഥലമാണ്. നമ്മുടെ കാറ് കൂടി ഒന്ന് നീങ്ങിയാലേ അപ്പൊ നമ്മുടെ തെരഞ്ഞെടുപ്പ് ബസിന്റെ മുന്നിൽ തന്നെ നിൽക്കുകയാണ്. അതാരാ അവിടെ DMK ജില്ലാ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് ഇതാരടാ? B. ഷമീർ. ടെലിവിഷൻ ചിഹ്നത്തിൽ. നമുക്ക് അപ്പുറത്തോട്ട് നിൽക്കാം, അവിടെ കുറച്ചുകൂടെ ഒരു പച്ചപ്പും ഹരിതാപയൊക്കെ ഉള്ള.
പൊട്ടിത്തെറിച്ച് വന്നതാ. DMK യിലും പൊട്ടിത്തെറിയായോ? ആ DMK പൊട്ടിത്തെറിയായിട്ട് വന്നതാണ് ആ സ്ഥാനാർത്ഥി വി ഷമീർ. ആ എന്തായാലും നമ്മളിപ്പോ നമ്മള് കൂടുതലും കോൺഗ്രസ്സുകാരാണ് കൂടിയിരിക്കുന്നത് തോന്നുന്നല്ലേ? കൂടുതലും അത് പാലക്കാട് കോൺഗ്രസിന്റെ വലിയ മഹോത്സവം അല്ലേ നടക്കുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടോ ഈ കാര്യത്തിൽ? നമ്മുടെ ആളുകളെല്ലാം വന്ന് അങ്ങ് ഒരു ആഘോഷമാക്കുകയാണ് പാലക്കാട്. അപ്പൊ പിന്നെ നമുക്ക് എന്നാ ഉഷാറാക്കിയാലോ, ഒരു പാട്ടിലേക്ക് പോയാലോ? അബിൻ നന്നായിട്ട് പാടുന്നതാണ്. എന്നാലും അത് ഞാൻ അതൊക്കെ ഞാൻ സംഭവിച്ചു. എങ്കിലും പാടാൻ അറിയില്ല. രമ്യ ഹരിദാസിനെ തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു പാട്ടുകാർ തൽക്കാലം കോൺഗ്രസ് പാർട്ടിയിലില്ല. PC വിഷ്ണുനാഥ് ആയിരുന്നു അതിനകത്ത് ഒരു വെല്ലുവിളി ഉയർത്തിയത്. പക്ഷെ അതും പോരാ. നമ്മൾ ഇന്നലെ ഏജ് ഓവറിനൊന്നുമല്ല, അദ്ദേഹം ചെറുപ്പക്കാരനാണ്, വളരെ ചെറുപ്പക്കാരനാണ്, നമ്മളെക്കാൾ ചെറുപ്പമാണ്. പക്ഷെ രമ്യ ഹരിദാസിന്റെ കഴിവിന്റെ അത്രയും വരില്ല. അതുകൊണ്ട് രമ്യ ഹരിദാസ് ഇല്ല അബിൻ വർക്കി കൂടി പാടും. നമുക്ക് ഒരു നാടൻ പാട്ടാകാം അല്ലേ? പിന്നെ തീർച്ചയായും താരക പെണ്ണാൾ അബിൻ അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും ഇപ്പൊ പാട്ട് പിന്നെന്താ വരൂ കടന്നു വരൂ. താരക പെണ്ണാളെ കതിരാടും മിഴിയാളെ തമ്പുരാനെത്തിടും മുമ്പേ കരിങ്കാറിൻ കോര പറിച്ചാട്ടെ താത്തിനന്തകത്തെയ്താരോ തകതിനന്തകത്തെയ്താരോ താത്തിനന്തക തകതിനന്തക തകതിനന്തകത്തെയ്താരോ താത്തിനന്തകത്തെയ്താരോ തകതിനന്തകത്തെയ്താരോ താത്തിനന്തക തകതിനന്തക തകതിനന്തകത്തെയ്താരോ വെറ്റമാൻ തിന്നവളെ ചുണ്ടുള്ള മുറുക്കി അന്തിക്കൊരുത്തി മുറുക്കി ചുവപ്പിച്ചു വീണതു ചേച്ചിലാണ് തക തക താത്തിനന്തകത്തെയ്താരോ തകതിനന്തകത്തെയ്താരോ താത്തിനന്തക തകതിനന്തക തകതിനന്തകത്തെയ്താരോ തകതിനന്തകത്തെയ്താരോ ആ കണ്ടം പൊട്ടിയടിക്കാൻ കരിമ്പാറക്കരങ്ങളുണ്ടേ എല്ലാം കൂടി വെള്ളം കിടങ്ങാത്ത മേലക്കീനങ്ങളുണ്ട് തക തക താത്തിനന്തകത്തെയ്താരോ തകതിനന്തകത്തെയ്താരോ താത്തിനന്തക തകതിനന്തക തകതിനന്തകത്തെയ്താരോ അബിൻ വർക്കിന് ഗംഭീരായി. അബിന്റെ അടുത്ത് മൈക്ക് മാറ്റിയിട്ട് പാടിന് അബിൻ തുള്ളൂരി. അതെ അബിൻ ഭയങ്കര എനിക്ക് സ്മൃതി പരുത്തിക്കാരനൊന്നും ഡാൻസ് കളിക്കണതിന് യാതൊരു മടിയുള്ള ഡാൻസ് കണ്ടിട്ടുണ്ടോ? പിന്നെ സ്മൃതി പരുത്തിക്കാരന്റെ നിങ്ങളുടെ ഏതോ ഒരു പരിപാടിയിലെ ഡാൻസ് വൈറലായിരുന്നല്ലോ, അതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഓർമ്മിപ്പിക്കല്ലേ പൊന്നെന്ന്. അതിലൊന്നും ഇതൊക്കെ ഒരു വയനാട്ടിലെ ഡാൻസ് ഹിറ്റ് കേട്ടോ. വയനാട്ടിലെ നല്ല പാട്ട്, ഡെഡിക്കേഷൻ നല്ല തുടച്ചു. വയനാട്ടിൽ ഞങ്ങളുടെ 4 ലക്ഷം 5 ലക്ഷം വോട്ടിന്റെ ഡെഡിക്കേഷൻ ആണ്. അത് 23-ാം തീയതി അറിയാൻ പറ്റും. പാട്ട് പാടി ജയിക്കാനുള്ള പരിപാടിയാണ്. പാട്ട് പാടുവാണല്ലോ, പാട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണല്ലോ. അപ്പൊ ഏതൊരാളും ഒരു പാട്ട് കേൾക്കുന്ന സമയത്ത് അതിന് കൂടെ ഒന്നില്ലെങ്കിൽ ഒരു മൂളാനെങ്കിലും അല്ലെങ്കിൽ ഒരു ചുവട് വെക്കാനെങ്കിലും ആരുടെയും മനസ്സ് അതിനകത്തേക്ക് വരും. അതാണല്ലോ പാട്ടിന് യോജിപ്പിക്കുന്ന ഒന്നാണ് സംഗീതം. രാഷ്ട്രീയമായാലും ഭാഷയായാലും ഒന്നും അതിനൊരു അതിരയില്ല. എപ്പോഴും ഒരു കാതോർക്കൽ അവിടേക്ക് ചെല്ലും. അതൊരു ഭയങ്കര എല്ലാവരും പ്രസംഗിച്ചുകൊണ്ടിരുന്നാൽ മാത്രം പോരല്ലോ, ഇടയ്ക്ക് പാട്ടും പാടണം, ഡാൻസ് കളിക്കണം, എല്ലാം വേണം. എല്ലാവർക്കും ഇഷ്ടമുള്ളത് ചെയ്യാനാണ് നമ്മൾ. പിന്നെ വേണ്ടി ചുവടുവെക്കാൻ പറ്റിയ ഒരു പാട്ട് പാടിയല്ലോ. അയ്യോ പിന്നെ ആടില്ല, പാടും. അബിൻ ഇപ്പൊ നിറഞ്ഞാടുകയാണ്. അബിൻ ചാനൽ ചർച്ചകളിലാണെങ്കിലും യുവാക്കളുടെ കൂടെയാണെങ്കിലും ഒക്കെ അബിൻ വളരെയധികം. വേണമെങ്കിൽ അബിൻ ചുവട് വെക്കുകയാണെങ്കിൽ നമുക്ക് പാട്ട് കൂടി സ്മൃതി മേഡവും അബിൻ കൂടെ ചുവട് വെക്കട്ടെ, ഒന്ന് കൂടെ പാടാം. ഉറപ്പായിട്ടും എവിടെ പോയി അപ്പൊ എവിടെ അപ്പരലി പരല് പരല് പൂവാലി പരല് പരല് ഇന്നലെ നേരത്ത് പരല് വെള്ളത്തിലോടണല്ല. അപ്പരലി പരല് പരല് പൂവാലി പരല് പരല് ഇന്നലെ നേരത്ത് പരല് വെള്ളത്തിലോടണല്ല. പുത്തനിടിയും വെട്ടി മഴയുടെ ശക്തിയുടമ്പെടുത്തെ എൻ്റെ അമ്മോ കെട്ടുകൾ പൊട്ടി തകർന്നു വയലിന്റെ തട്ടുകളൊപ്പമായി. പുത്തനിടിയും വെട്ടി മഴയുടെ ശക്തിയുടമ്പെടുത്തെ എൻ്റെ അമ്മോ കെട്ടുകൾ പൊട്ടി തകർന്നു വയലിന്റെ തട്ടുകളൊപ്പമായി. അപ്പരലി പരല് പരല് പൂവാലി പരല് പരല് ഇന്നലെ നേരത്ത് പരല് വെള്ളത്തിലോടണല്ല. അപ്പരലി പരല് പരല് പൂവാലി പരല് പരല് ഇന്നലെ നേരത്ത് പരല് വെള്ളത്തിലോടണല്ല.
അപ്പരലി പരല് പരല് പൂവാലി പരല് പരല് ഇന്നലെ നേരത്ത് പരല് വെള്ളത്തിലോടണല്ല. പാടിച്ചില്ല, ഞാൻ മാത്രമേ ചുവട് വെച്ചില്ല. ആകെ സുജയാമേള മാത്രമേ ഇതിനകത്ത് ചുവട് വെച്ചിട്ടുള്ളൂ. അത് അല്ലേ? അപ്പൊ നമുക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം. അതെ അതെ, താങ്ക് യു താങ്ക് യു താങ്ക് യു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ ഉഷാറാക്കുവാണ്. നമുക്കപ്പോൾ നേരെ നമ്മുടെ ബസ്സിലേക്ക് കയറണം. ഓ ആയിക്കോട്ടെ. എന്തോ എവിടെ എത്തിയെന്നാ? അതായത് ഇതിപ്പോ സത്യത്തിലേ ഞങ്ങൾക്ക് തോന്നുന്നത് ഇപ്പൊ ഞങ്ങളുടെയൊക്കെ വാഹന പ്രചരണ ജാഥ പോകുമ്പോൾ ഓരോ പ്രദേശത്ത് നിന്ന് ആളുകൾ പറയുമല്ലോ, അതെ ചേലക്കര എത്തിയിട്ടോ അടുത്തത് ഉതുവടി എത്തുകയാണ് എന്ന് പറയുന്ന പോലെ റിപ്പോർട്ടറിന്റെ റിപ്പോർട്ടറിന്റെ ജാഥ ഇതാ അതിലെ വരുന്നുണ്ട്, ഇതാ ഇന്ന സ്ഥലത്ത് എത്തി, അടുത്ത സ്ഥലത്ത് അതെ കാത്തു നിന്നോളൂ. നമ്മൾ രാത്രി 10 വരെ ഇവിടെ. ഏതായാലും ഇത് മനോഹരമായ ഒരു പരിപാടിയായി. കാരണം ഇത് അതെ റഷീദ് അങ്ങനെ ഞങ്ങളിവിടെ വെച്ച് പാട്ടൊക്കെ പാടി ചുവട് വെക്കാനുള്ള സ്മൃതി മാഡം ചുവട് വെക്കാൻ തുടങ്ങുകയായിരുന്നു. ഞാൻ പാർട്ടിയിലെ ഒഫീഷ്യൽ ഡാൻസറായി അതിലെനിക്ക് ചെറുതല്ലാത്തൊരു പങ്കുണ്ട്. ഒഫീഷ്യൽ പാട്ടുകാരുടെ ഒഫീഷ്യൽ ഡാൻസറായി അറിയുന്നതാണ് പറയുന്നത്. അതൊന്നും ഞാൻ ഒരു പാട്ടിടെ പാടിയാൽ അഭിനൊന്ന് ഡാൻസ് കളിക്കും. അഭിനൊരു ടെൻഷൻ ആദ്യം. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്തേ നിന്നെ കേട്ടാൻ ഇന്നു വരെ വന്നില്ലാരും. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്തേ നിന്നെ കേട്ടാൻ ഇന്നു വരെ വന്നില്ലാരും. കാതിലാണേൽ കമ്മലില്ല, കഴുത്തിലാണേൽ മലയില്ല, കയ്യിലാണേൽ വളയുമില്ല, കാലിലാണേൽ കൊലുസുമില്ല. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്തേ നിന്നെ കേട്ടാൻ ഇന്നു വരെ വന്നില്ലാരും. അരളിയിലൊരു കിളി കൊഞ്ചിപ്പാടി, അന്നേരം ഒരു സുന്ദരിയാടി, അരവാരം തകതാളം തള്ളി, അരമണി കിങ്ങിണി കിളി പാടി, ഇമകളെന്തു ഭംഗി അവളിലെ കവിളിലെന്തു കാതി, അതരമാതൃമധുരം നുകരാൻ ഭാഗ്യമേകുഭവതി, ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ, ഉമ്മ വച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ. എന്താണ് ഇപ്പൊ അന്താക്ഷരിയായി. അപ്പൊ എന്തായാലും ഉഷാറായി. എന്തായിരുന്നാലും അടിപൊളിയായി. അതെ, നമ്മൾ ഇനിയിപ്പോ 23 വരെ കാത്തിരിപ്പ്. അപ്പൊ ചേലക്കരയ്ക്ക് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. നിങ്ങളുടെയൊക്കെ എന്താ പറയാ നല്ല വാക്കുകളും പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനലിനോട് ഒരു വലിയ നന്ദി പറയാണ്. കാരണം ഞങ്ങളുടെയൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിൽ ചേലക്കരയുടെ ഓരോ മുക്കിലും മൂലയിലും ഞങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഓരോ വിഷയങ്ങളും. അതെ ചേലക്കരക്കാര് കഴിഞ്ഞ ഞാൻ നമ്മൾ അന്ന് കുറെ പാട്ട് എന്റെ കൂടെ പറഞ്ഞു. അതെ ശരിയാ. ഞങ്ങള് അതുകൂടി ഇവിടെ അത് കടമായിട്ട് വെച്ചേക്കരുത് കേട്ടോ. അല്ലമീൻ പാട്ട് പഠിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് പിന്നെ പോയിട്ട് പിന്നെ അല്ലമീനെ കണ്ടിട്ടില്ല. അപ്പൊ അല്ലമീൻ ഒരു ചാൻസ് ഇപ്പൊ വിട്ടിരിക്കുകയാണ്. ആ കടം തീർക്കാം. അത് ചേലക്കര ഇലക്ഷൻ കഴിയുന്നതിന് മുമ്പ് മാത്രമേ ഓഫർ ഉണ്ടായിരുന്നു. ശരി, ഇപ്പൊ അത് തീർക്കാം. എല്ലാവരും നാട്ടുകാരെല്ലാവരും അറിഞ്ഞു. അതുകൊണ്ട് അല്ലേ റിപ്പോർട്ടറിന്റെ പ്രേക്ഷകരും അത് പ്രതീക്ഷിച്ചു. ഞാനത് പാടിയിട്ടുണ്ട്. രമ്യക്കും അബിന്റെ ഡിമാൻഡ് പറയുന്നത് അബിനെ ചേർത്തു. അപ്പോൾ എന്തായിരുന്നാലും അതൊരു വലിയ സന്തോഷമായി. റിപ്പോർട്ടറിൻ്റെ മുഴുവൻ ടീമിനും ഒരു വലിയ നന്ദി ചേലക്കരയ്ക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലുടനീളം നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. പ്രേക്ഷകരിലേക്ക് ഓരോ വിഷയങ്ങളെയും എത്തിക്കുന്നതിന് വേണ്ടിയിട്ടും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ എവിടെയെങ്കിലും ഒരു ഇത്തിരി പോരായ്മകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങളോടൊപ്പം തന്നെ സഞ്ചരിച്ചു. അതിൽ വലിയൊരു ടീം വർക്കിന് ഹൃദയം തുറന്ന നന്ദിയും അഭിനന്ദനവും ഒക്കെ അറിയിക്കുക. ഞാൻ നേരത്തെ അവസാനം നമ്മുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വൈകുന്നേരത്തെ ബൈറ്റിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞാണ്. പക്ഷേ ഇപ്പം നേരിട്ട് വന്ന സുജയ മേഡം ആണെങ്കിലും സ്മൃതി മേഡം ആണെങ്കിലും ഉണ്ണിസാർ ആണെങ്കിലും എല്ലാവരെയും നേരിട്ട് കണ്ടുകൊണ്ട്, കാരണം നിങ്ങൾ ഡയസിലിരുന്ന് ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങളെ കാണാറില്ല. ഇപ്പൊ ലൈവായിട്ട് പറയേണ്ടി വരും. അപ്പൊ എല്ലാവർക്കും റിപ്പോർട്ടറിന്റെ മുഴുവൻ ടീമിനും ഒരു വലിയ നന്ദി ഇപ്പോൾ പാലക്കാട് വെച്ച് പറയാണ്. പാലക്കാടിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലും നിങ്ങൾ സജീവമായിട്ട് പ്രത്യേകിച്ച്
ഈ ഒരു ബസ്സിൽ സഞ്ചരിക്കുന്ന ഒരു ആശയം ആരുടെ ആശയത്തിൽ നിന്ന് ആരാണത് ആശയം കൊണ്ടുവന്നതെങ്കിലും നന്നായി അത്. കാരണം വഴിനീളെ ഒരു റോഡ് ഷോ പോലെ തന്നെ ഞങ്ങളുടെയൊക്കെ പര്യടനം പോകുന്ന പോലെ തന്നെ ഇപ്പം റിപ്പോർട്ടറിന് സ്വീകരണം നൽകാൻ വേണ്ടിയിട്ട് ഓരോ എന്താ പറയുക ജംഗ്ഷനിലും ആളുകൾ കാത്തിരിക്കുകയാണ്, കാണാൻ വേണ്ടി കാത്തിരിക്കുക. പിന്നെ നിങ്ങളെയൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ സമയങ്ങളിലാണല്ലോ എല്ലാ ആളുകൾക്കും കാണാൻ വേണ്ടിയിട്ട് സാധിക്കുക, നിങ്ങളെയൊക്കെ ഇഷ്ടപ്പെടുകയും അങ്ങനെയല്ല. അതെ അതെ ചർച്ചകളൊക്കെ കഴിഞ്ഞാല് സാധാരണ നമ്മളൊക്കെ നേതാക്കന്മാരെയാണല്ലോ ഫോട്ടോ സെൽഫി എടുക്കാൻ ഡോക്ടർ അരുണിനൊക്കെ വാഹനങ്ങൾ പൊതുവെ നമ്മൾ ചർച്ചകൾ കറക്റ്റ് തീരുമ്പം അവിടെ പിന്നെ അടുത്ത പ്രോഗ്രാം തുടങ്ങും. പക്ഷെ ഇത് കഴിഞ്ഞിട്ടുള്ള യഥാർത്ഥ ഒരു സംഭവമുണ്ട്. ഇവരുടെ വാഹനങ്ങൾ പൊതിഞ്ഞിട്ട് ആളുകൾ സെൽഫി എടുക്കാൻ വേണ്ടി മത്സരിക്കുന്ന ഒരു കാഴ്ച പ്രത്യേകിച്ച് പൊതു ചർച്ചകളിൽ നമ്മൾ കണ്ടു. മാധ്യമപ്രവർത്തകർക്കും ഇതൊരു വരുംകാല തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ മുന്നോടിയാണ്. ഇത് അപകടമാണ്, ഇതൊരു അപകടമാണ്. ആദ്യം മറുപടി പറയുന്ന ആരാണോ അവരെ ഉദ്ദേശിച്ചാണിത്. എന്റെ അഭിനിങ്ങനെ ആഗ്രഹിച്ച പിന്നെ ഞാൻ ആരെയും കുറിച്ച് അഭിനിങ്ങനെ ആഗ്രഹിച്ച സ്മൃതി മാഡം അതിനെതിരെ പറയില്ല. സ്ഥാനാർത്ഥിയേക്കാൾ കൂടുതൽ സെൽഫികൾ ചിലപ്പോൾ നമ്മുടെ ഈ പറയുന്ന പോലെ അവതാരകരായിട്ട് മാറുന്നുണ്ട്. അതെ അതെ അതെ. അപ്പൊ ദീപക് മലയമ്മയുടെ സിഗ്നൽ വന്നു, വണ്ടിയിൽ കയറാനുള്ള നമ്മുടെ ടൂർ കോർഡിനേറ്റർ ഇക്ബാലും ദീപക് മലയമ്മയാണ്. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. അടുത്ത ഡാൻസിനും പാട്ടിനും. അതെ അതെ. ഓക്കെ. താങ്ക് യു.